ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നീച്ചേഴ്സ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാം കേട്ടോ. ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് നിങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാമോ എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. പലരും തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് നിങ്ങളിൽ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഓടിപ്പോയിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ എന്നൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇംപ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ആ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ആ എഗ്ഗും സ്പേമും ജോയിൻ ചെയ്തതിന് ശേഷം യൂട്രസിൽ വന്ന് കറക്റ്റായിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നതിന് ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ആ ഒരു സമയത്ത് ചിലരിൽ, അതായത് ഒരു 100-ൽ 30% സ്ത്രീകളിലൊക്കെ ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. ഈ ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറയുന്നത് എല്ലാവരിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 30% സ്ത്രീകൾക്ക് മാത്രമേ ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ്ങോ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങോ ഉണ്ടാവുകയുള്ളൂ. ഇതുണ്ടായില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് നടക്കുന്ന സമയത്ത് പലരും തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇംപ്ലാന്റേഷൻ നിങ്ങളിൽ നടക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു 6 മുതൽ അല്ലെങ്കിൽ ഒരു 12 ദിവസത്തിനൊക്കെ ഉള്ളിലായിരിക്കും ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. കറക്റ്റായിട്ട് ഒരു 6ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ ചിലപ്പോൾ ആ ഒരു കറക്റ്റായിട്ടുള്ള യൂട്രസിൽ വന്ന് പ്ലേസ് ആയിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. ഒരിക്കലും കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല. കാരണം ഓരോരുത്തരുടെ ശരീരത്തിലെ HCG ഹോർമോണിൻ്റെ ലെവൽ അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പ്രഗ്നൻസി നിങ്ങൾക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പലരിലും തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ലെവലിൽ HCG ഹോർമോണിൻ്റെ ലെവൽ എത്തണമെങ്കിൽ അത് മാക്സിമം ഒരു 15 ഡേയ്സ് കഴിയണം. പലരും തന്നെ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഓവുലേഷൻ കഴിഞ്ഞു, ഞാൻ ടെസ്റ്റ് ചെയ്തോട്ടെ, ചേച്ചി പീരീഡ് മിസ്സായി 2 ദിവസമായി, ഞാൻ ടെസ്റ്റ് ചെയ്തോട്ടെ. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ടെസ്റ്റ് ചെയ്യരുത്. കാരണം ഇത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും, നിങ്ങൾ ക്യാരിയിങ് ആണ്, നിങ്ങളൊരു അമ്മയാകാൻ പോവുകയാണോ, അല്ലെങ്കിൽ നമ്മളുടെ കമൻറ്റിൽ കമൻറ്റ്സ് ഇടുന്ന പുരുഷന്മാർക്കാണെങ്കിലും ഒരു അച്ഛനാവാൻ പോവുകയാണോ എന്ന് ഭയങ്കര ആഗ്രഹത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ ഈ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ, കറക്റ്റ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് HCG ഹോർമോണിൻ്റെ ലെവൽ നിങ്ങളുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ ഒരു 15 ഡേയ്സ് എങ്കിലും മാക്സിമം എടുക്കും. നമ്മൾ പെട്ടെന്നൊരു റിസൾട്ട് നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് ഒരു 2 സെക്കൻഡിനുള്ളിൽ റിസൾട്ട് വരുന്നത് പോലെയല്ല നിങ്ങളുടെ ശരീരത്തിൽ HCG ലെവലിൻ്റെ വ്യത്യാസം അറിയുന്നത്. ആ ഒരു ലെവല് കൂടി നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന് കറക്റ്റായിട്ട് അറിയാനായിട്ട് നിങ്ങളെ സഹായിക്കണമെങ്കിൽ ആ ഒരു റിസൾട്ട് ഒരു വളരെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് മാക്സിമം 2 വീക്സ് സമയമെടുക്കും. അപ്പോൾ ഈ 2 വീക്സ് സമയത്തിൽ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ട സമയമാണ് ആ 2 വീക്സ് സമയം. ഈ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് നിങ്ങളിൽ ഉണ്ടാകുന്ന, ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് നിങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ 2 വീക്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ടൈം ഗ്യാപ്പ് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആവും. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട്, നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ഇപ്പോൾ നെഗറ്റീവ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇൻ കേസ് എനിക്കൊരു പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിന്തിക്കുന്നത്, ഓക്കെ ഞാൻ ക്യാരിയിങ് അല്ല, പ്രഗ്നൻ്റ് അല്ല, അപ്പോൾ ഞാൻ പണ്ടത്തേലും ആക്റ്റീവായ ചിലപ്പോൾ ജോലികളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ചെയ്യും. നമ്മൾ നമ്മുടെ ശരീരത്തെ ഒട്ടും തന്നെ ശ്രദ്ധിക്കില്ല. മറിച്ച് നമ്മളൊരു ക്ഷമയോടുകൂടി കാത്തിരുന്ന കറക്റ്റായിട്ടുള്ളൊരു ദിവസമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ആ പ്രഗ്നൻസി ടെസ്റ്റിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് തന്നെ കാണിക്കും. നിങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ കറക്റ്റായിട്ട് തന്നെയാണ് ചെക്ക് ചെയ്തതെങ്കിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. കറക്റ്റ് ടൈം ഗ്യാപ്പിൽ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കേട്ടോ. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഒരു ലാബ് ടെസ്റ്റ് വരെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ടും സാധിക്കും. അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങളിൽ അറിയണമെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 2 വീക്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ പറയുന്നതല്ലാതെ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാലും അവർ നിങ്ങളോട് പറയുന്നത് മാക്സിമം ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം വെയിറ്റ് ചെയ്യാനേ ഏതൊരു ഡോക്ടർ നിങ്ങളോട് പറയുകയുള്ളൂ. 5 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ അവർ നിങ്ങളോട് പറയുന്നത് ഒരു 5 ഡേയ്സ് കഴിഞ്ഞ് ടെസ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാനാണ്. കാരണം കറക്റ്റ് ആയിട്ടുള്ളതും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത്രയും ടൈം പീരീഡിൽ നിങ്ങൾ എത്തണം.
അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇംപ്ലാന്റേഷൻ ബ്രീഡിങ് നിങ്ങളിൽ നടക്കുന്ന സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യരുത്. പിന്നെയും ഒരുപാട് വീഡിയോസിൽ നിങ്ങളോട് പറയുന്നത് ഒരു അശ്രദ്ധ സംഭവിച്ച് ഒരു ജീവൻ നഷ്ടമാകാതിരിക്കാനാണ്. കാരണം പ്രഗ്നൻ്റ് അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരം ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റത്തെ ഒരു 3 മാസം എന്നത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ടൈം പീരീഡാണ്. മിസ്കാരേജ് ഉണ്ടാവാനായിട്ടും അബോർഷൻ സംഭവിക്കാനായിട്ടും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു ടൈം പീരീഡാണ് ആ ഒരു സമയം. അത് നിങ്ങൾ കറക്റ്റായിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് നടക്കുന്ന സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാതിരിക്കുക. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും കഴിഞ്ഞതിന് ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾ ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ്ങും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും ഒന്നും തന്നെ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ പീരീഡ് മിസ്സായി 15 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം ടെസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലേക്ക് മെയിൽ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് കമൻറ്റിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ആ മെയിൽ ഐ ഡിയിൽ ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്യുക. കാരണം ഒരുപാട് കമൻറ്റ്സ് വരുമ്പോൾ ഞാൻ മനഃപൂർവ്വമല്ല, ഒരുപാട് പേരുടെ കമൻറ്റ് എനിക്ക് സ്കിപ്പായി പോകുന്നുണ്ട്. പലരുടെയും നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ സംഭവിക്കുന്നത്. ചാനൽ ജസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ കമൻറ്റ് വന്നിട്ടുള്ളത് ഞാൻ തന്നെ അറിയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും റിപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ടില്ല എങ്കിൽ ജസ്റ്റ് മെയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.